ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ടാറ്റ ഡോട്ട് ഇ വി സ്റ്റോറിലാണ്. ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ അമ്പാട്ട് മെട്രോ സ്റ്റേഷന് തൊട്ടടുത്താണ്. പില്ലർ നമ്പർ വന്നിട്ട് 137 ആണ്. നമ്മളിന്നിപ്പോൾ വന്നിരിക്കുന്ന കെർവിൻ്റെ ഈ ഒരു ഡാർക്ക് എഡിഷൻ്റെ വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്യാനായിട്ടാണ്. ഒരു രക്ഷയില്ല, എന്താ പറയുന്നത്, റോഡ് പ്രസൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ ആണെന്ന് തന്നെ എടുത്തു പറയത്തക്ക രീതിയിലാണ് അതിൻ്റെ ഒരു ലുക്സ് തന്നെ. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ വിഷ്വലി കാണാൻ പറ്റും. അത്ര ഒരു മാസീവ് പ്രസൻസ് ആണ് വെഹിക്കിൾ. ഇപ്പോൾ ആ ഒരു ഡാർക്ക് എഡിഷനിലോട്ട് വന്നപ്പോഴത്തേക്കിനും വെഹിക്കിളിൻ്റെ ഒരു എന്താ പറയുന്നത്, ആ ഒരു എസ്തറ്റിക് ലുക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടത്. നമുക്കിവിടെ ആ ഒരു കണക്റ്റഡ് DRLs ഒക്കെ വന്നേക്കുന്ന ആ ഒരു ബ്ലാക്കിൽ വന്നപ്പോഴത്തേക്കിനും ഒന്നുകൂടെ ഒരു എന്താ പറയുന്നത്, നമുക്കൊരു കുറച്ചുകൂടെ അഗ്രസീവ് ഫീൽ, അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്കിൻ്റെ ഒരു ലുക്ക് ഒന്നുകൂടെ എടുത്തു പറയത്തക്കതാണ്. പിന്നെ വണ്ടി എനിക്ക് ഒന്നുകൂടെ ബ്ലാക്ക് ആയപ്പോഴത്തേക്കിനും ഒന്നുകൂടെ ഒരു സ്പോർട്ടി ഫീലും വന്നു. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ നമ്മുടെ ലോഗോയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, നേരത്തെ നമ്മുടെ നോർമൽ കർവിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്കൊരു വൈറ്റ് രീതിയിലാണ് ലോഗോ വരുന്നത്. അതൊക്കെ ഇപ്പോൾ ഡാർക്കൻ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും മാറ്റം വന്നേക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. നമ്മുടെ നോർമൽ കർവിൽ വരുമ്പോഴത്തേക്കിനും ആ ഒരു ക്രോം ഫിനിഷൊക്കെ ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് വരുന്നതാണ്. അതെല്ലാം ഇപ്പം ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു. ഇനിയിപ്പോൾ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഈ അലോയ്സിലും ഒക്കെ ഫുൾ ആ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു. നോർമൽ കർവിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ശകലം ലൈറ്റർ ഷെയ്ഡിലാണ് ആ ഒരു അലോയുടെ ഒരു കളർ, അല്ലെ ആ എയറോ വീൽസിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫെൻഡറിൻ്റെ അവിടെ ആ ഒരു ഡാർക്ക് എന്നുള്ള ഒരു മാസ്കറ്റ് കാണാൻ പറ്റും. ഡോട്ട് ഇ വി എന്നുള്ള മാത്രമാണ് ഇവിടെ ഒരു വേറൊരു കളർ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിൽസിൽ ഈ ഒരു ബ്ലാക്ക് വന്നപ്പോഴത്തേക്കിനും പെട്ടെന്ന് ആ ഇലുമിനേറ്റഡ് ലൈറ്റ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് കൂടുതലും രാത്രിയിലൊക്കെയാണ് നമുക്ക് വിസിബിൾ ആണെന്ന് വെച്ചാൽ, ഇത് ബ്ലാക്ക് വണ്ടി വന്നപ്പോഴത്തേക്കിനും അത് ശരിക്കും പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലേക്കായി. പിന്നെ ബാക്കിയെല്ലാം നോക്കി കഴിഞ്ഞാൽ എല്ലാം ഫുൾ ആ ഒരു ഡാർക്ക് ഫിനിഷിലേക്ക് വന്നു. ഇനിയിപ്പം റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ട്വിൻ ടൈപ്പ് സ്പോയിലറൊക്കെ നല്ല ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലായി. ആ ഒരു നമ്മുടെ ഷാർക്ക് ഫിൻ ആൻഡിന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ആ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു. ടാറ്റയുടെ ആ ലോഗോ ഫ്രണ്ടിലെ പോലെ തന്നെ ആ ഒരു ഡാർക്ക് ഫിനിഷിലേക്ക് വന്നിട്ടുണ്ട്. കർവ് എന്നുള്ളതും ഡാർക്ക് ക്രോം ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. കർവ് ഡോട്ട് ഇ വി എന്ന് കൊടുത്തേക്കുന്നതാണ്. ബാക്കിൽ നിന്നുള്ള ഒരു സെൻട്രൽ ലുക്ക്, ഒരു അസാധ്യ ലുക്ക് തന്നെയാണ് ഈ വെഹിക്കിളിൻ്റെ ഒരു ബാക്ക് ലുക്ക് എന്ന് പറയുന്നത്. ആ ഒരു റെഡ്, ആ ഒരു നമ്മുടെ ടെയിൽ ലാമ്പിൻ്റെ ഒരു കണക്റ്റഡ് ഇത് പോയെന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ബ്ലാക്ക് ഫുൾ ബ്ലാക്കിൽ വന്നപ്പോഴത്തേക്കിനും എനിക്ക് പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് വെഹിക്കിൾസ് ഒന്നുകൂടെ ഒരു ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഇതാകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലെ ചേഞ്ചസ് കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ കർവിൻ്റെ ഡാർക്ക് എഡിഷൻ്റെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. ഫുൾ ബ്ലാക്ക് ആയെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം നമ്മുടെ ഈ ഡാഷ് ബോർഡിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ഫുൾ ബ്ലാക്ക് ആയി. നേരത്തെ നമ്മുടെ ഈ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലൊക്കെ നമ്മുടെ നോർമൽ കർവിൽ ഒരു വൈറ്റ് ഫിനിഷാണ് വരുന്നതെങ്കിൽ അതെല്ലാം ബ്ലാക്കായി മാറിയിട്ടുണ്ട്. രണ്ട് ഇവിടെ ആംബിയൻ ലൈറ്റ്സ് ഒക്കെ വന്നേക്കുന്നതാണ്. ആ ഒരു ബ്ലാക്കിൽ ഗ്രീൻ ആംബിയൻ ലൈറ്റ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഈ ഡാർക്ക് എഡിഷൻ എടുക്കുന്ന ഒരു ഗ്രീൻ ആംബിയൻ ലൈറ്റ് വെച്ചാൽ നല്ലതായിരിക്കും. അത് ഗ്രീൻ നമുക്ക് ഒരുപാട് കളേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഗ്രീൻ എനിക്ക് തോന്നുന്ന ആ ഒരു ബ്ലാക്കുമായിട്ട് നല്ല രീതിയിൽ ചേരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ തന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാലും ഫുൾ ആ ഒരു ബ്ലാക്ക് ഫിനിഷായി, ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. നല്ല പുതിയ വണ്ടിയാണ്. ഇതിനകത്ത് എല്ലാം സ്റ്റിക്കേഴ്സൊക്കെ അതേപോലെ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്നും ഇളക്കുന്നില്ല. പിന്നെ ഈ സെൻട്രൽ കൺസോളിലൊക്കെ വന്ന് ആ ഒരു ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷായി ഇവിടെ എല്ലാം വന്നേക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഞാൻ ഈ നമ്മുടെ ഫീച്ചേഴ്സിലേക്കൊക്കെ പോകാത്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി അതെല്ലാം പറഞ്ഞിട്ടുള്ള ആയതുകൊണ്ടാണ് നമ്മൾ അതിലേക്കൊന്നും പോകാത്തത്. പിന്നെ വേണ്ട സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലെതർ ബ്ലാക്ക് സീറ്റാക്കി മാറിയിട്ടുണ്ട്. നല്ല ആ ഒരു സീറ്റിൻ്റെ ഡിസൈനിലൊന്നും മാറ്റമില്ല. ഫുൾ ആ ഒരു ബ്ലാക്ക് ലെതർ ഫിനിഷിലേക്ക് വന്നു.
ഇനിയിപ്പോൾ അതിൻ്റെ റൂഫിലേക്ക് നോക്കി കഴിഞ്ഞാലും ഫുൾ ബ്ലാക്കായി മാറിയിട്ടുണ്ട്. പനോരമിക് സൺ റൂഫ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ആ ഒരു എല്ലാവരും ബ്ലാക്കായി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു കർവ് വരുന്നത്, ഈ ഒരു ഡാർക്ക് എഡിഷൻ വരുന്നത് ഒറ്റ ഒരു വേരിയൻറ്റിൽ മാത്രമാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ 45-55 kWh ബാറ്ററിയിൽ നമുക്ക് കർവ് അവൈലബിൾ ആണ്. അതിൽ 55-ൽ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എംപവേർഡ് പ്ലസ് എ എന്ന് പറയുന്ന വേരിയൻ്റാണ്. ആ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കർവിൻ്റെ ഡാർക്ക് എഡിഷൻ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഈ നമ്മൾ ഈ കാണുന്ന ഇത്രയും കാര്യങ്ങൾ തന്നെയാണ്. അവിടെ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നുമില്ല. എല്ലാം ഫുൾ ബ്ലാക്കായി. ആ ഡോർ ഹാൻഡിലൊക്കെ ആണെങ്കിലും എല്ലാം നല്ല ആ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറി എന്നുള്ളതാണ്. ഡോർ ഹാൻഡിലൊക്കെ കണ്ടില്ലേ, അതെല്ലാം ഫുൾ ബ്ലാക്ക് ഫിനിഷിലോട്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ കർവ് നല്ല എല്ലാവർക്കും അറിയാവുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ കർവിന് നിലവിൽ ഓഫേഴ്സ് ഒന്നും വരുന്നില്ല. പിന്നെ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ പെട്രോൾ അല്ല ഡീസൽ കാഴ്സൊക്കെ ഐസ് എഞ്ചിൻ വെഹിക്കിൾസുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 30,000 വരെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെ EV to EV ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ 15,000 വരെയാണ് ഒരു എക്സ്ചേഞ്ച് ബോണസ് വരുന്നത്. അല്ലാതെ വേറെ ക്യാഷ് ഓഫേഴ്സും കാര്യങ്ങളും ഒന്നും ഇപ്പം നിലവിൽ കർവിന് വന്നിട്ടില്ല. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ ടാറ്റയുടെ EV ലൈനപ്പിൽ വരുന്ന മറ്റുള്ള മോഡൽസിന് ഓൾമോസ്റ്റ് 1,40,000 രൂപയോളം നമുക്ക് ഓഫേഴ്സ് ഇപ്പോൾ ഈ മാസം റണ്ണിങ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് ഞാൻ നമ്മുടെ EV സ്റ്റോറിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ EV സ്റ്റോറിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.